ഹലോ ഗൈസ്, വെൽക്കം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് ഞാൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കിളിക്കൂട് കാണാം. ഈ കിളിക്കൂട് നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസിങ് മൈ പെറ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അന്ന് ഈ കിളിക്കൂട്ടിലുണ്ടായിരുന്നത് കോഴിയാണ്, കിളിയല്ലായിരുന്നു, കോഴിയായിരുന്നു ഉള്ളത്. അപ്പോൾ കോഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കിളിക്കൂട്. എൻ്റെ പേര് സ്മൂതി എന്നാട്ടോ. അത് നമ്മുടെ കിളികളാണെങ്കിൽ ഞാൻ ആ ഒരു സൈഡിലിട്ട് കൊടുത്ത ചകിരി ഇപ്പം നടുവിലേക്ക് ഇട്ടു. ഞാൻ ബ്രീഡ് ഏൽപ്പിക്കാൻ ഇട്ടതായിരുന്നു. സോ നമുക്ക് ഇന്ന് കുറച്ച് ചകിരിയും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, ഞാനൊരു തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഹസ്ക് എടുക്കാൻ പോവുകയാണ്. സോ ഇങ്ങനെ എടുക്കേണ്ട ഇഷ്യൂ, എനിക്ക് അലർജി ഉണ്ട്, ഡസ്റ്റ് അലർജി ഉണ്ട്. എനിക്ക് കുളിക്കലിൻ്റെ ആവശ്യമൊക്കെ ഒന്ന് എടുത്തെടുക്കണം. സോ ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം കേട്ടോ. ഇതൊന്നൊരു ഷോർട്ട് വ്ളോഗ് ആയിരിക്കും. ഇനി ഇത് ലാർജ് ആക്കുമെന്ന് എനിക്കറിയില്ല. കോക്കനട്ട് ഫൈബേഴ്സാണ് നമുക്ക് എടുക്കേണ്ടത്. ഹസ്കിൽ നിന്നും, ഹസ്ക് എന്ന് പറഞ്ഞാൽ ഫൈബർ എന്ന് പറഞ്ഞത് തന്നെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ സമയം സത്യം പറഞ്ഞാൽ ഞാൻ 5:20 സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ടൈം ജസ്റ്റ് 5:45 ആയി. ലേറ്റായിപ്പോൾ. എൻ്റെ ഒരു പാപ്പനുണ്ട്, ആ പാപ്പൻ ഇവിടെ വന്നിരുന്നു. നമ്മൾ കഥയൊക്കെ പറഞ്ഞിരുന്നു, നേരം പോയി. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്ലൂപ്പേഴ്സ് കാണാൻ പറ്റുമായിരിക്കും. ഗെയ്സ്, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. പട്ടച്ചോനി ഗെയ്സ്. ഓഫ്. സോ ഗെയ്സ്, മണ്ണോയുടെ കുണ്ടുപറമ്പാണ്. കുണ്ടുപറമ്പ് കേട്ടിട്ടുണ്ടാകും. സോ ഗെയ്സ്, നമ്മുടെ താഴേന്ന് ഡോറ ഭയങ്കര കരച്ചിലാണേ. ഡോറ ഇനി ഞാൻ എൻ്റെ സ്ലാങ് മാറ്റിയെടുക്കും. സത്യം പറഞ്ഞാൽ ഗൈസ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഒരുമാതിരി നമ്മുടെ യൂട്യൂബിൽ തന്നെ ഫേമസ് ആയ മാമനാണ്. ഹൃദയം തരണേ കൂട്ടുതരണം, അങ്ങനെ എന്താ പറയുക, ഹൃദയം തരണേ കൂട്ടുതരണം. മീൻസ് അങ്ങനെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, ഫോളോ ചെയ്യണേ എന്നാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടരേ എന്ന് പറഞ്ഞ് തുടങ്ങിയാലോ ഇനി മുതലിന്. കൂട്ടരെ മാത്രം തുടങ്ങിയാലോ വിചാരിച്ചു. ഞാനും ബി ഒന്നുമില്ല, ഇന്ന് ബി അല്ല കേട്ടോ ഗൈസ്, അത് വേറെ പ്രത്യേകതയാണ്. ആളിന്ന് അവളുടെ വീട്ടിലാണ്, അല്ല അവളുടെ വീട്ടിൽ അവൾ പോയിട്ടില്ല, ഷോപ്പിലാണുള്ളത്. അവളുടെ അച്ഛമ്മേൻ്റെ കൂടെ ഷോപ്പിലാണ്. സോ ഗൈസ്, ഈ വ്ളോഗിൻ്റെ ഇടയ്ക്ക് അരേഞ്ച് എന്നെ വിളിച്ചെങ്കിൽ ദേഷ്യം പിടിക്കും. നമ്മുടെ ഫോളോയിങ്ങിൻ്റെ ഇത് കൂട്ടണം. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യൂ ഗൈസ്. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും, ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചിയുടെയും, ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ്റെയും ഫോണൊക്കെ ഫോളോ ചെയ്യൂ. ഇപ്പോൾ തന്നെ ഗൈസ് 3 മിനിറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫോട്ടോ 6 ആയിട്ടുള്ളൂ. സോ 1 മിനിറ്റ് ഗൈസ്. സോ ലെറ്റ്സ് ഇനി ഇതിൻ്റെ കുഞ്ഞു നാരികൾ മാത്രമായിട്ട് എടുക്കണം. ഇത് ഇവിടെ ഫുള്ള് ഞാൻ കോളാക്കിയിട്ട് എനിക്ക് അടിച്ചു മാറണം. എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെടുത്തിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിശിക്കിടണം കേട്ടോ. അപ്പോൾ അവർ തന്നെ ഫൈബർ എടുത്തുകൊള്ളും. ഇതുകൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലോ. കുടം വെച്ച് കൊടുക്കണത് നമ്മൾ. ഇവർ മുട്ട ഇട്ടിട്ട് വേണം എനിക്ക് കുട്ടികളെ കിട്ടാൻ. പക്ഷേ എനിക്ക് ഉറപ്പില്ല ഗൈസ്. ഞാൻ 2 പ്രാവശ്യമൊക്കെ ബ്രീഡിങ് ചെയ്തിട്ടുണ്ട്. ലവ് ബേർഡ്സിനൊക്കെ കൂട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ജോഡി ആയിക്കോളില്ല, അത് സർവ്വസാധാരണം. പക്ഷേ ഗൈസ്, ഞാൻ ഫിഞ്ചസിനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളവിടെ ഉണ്ടായിരുന്നത് അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ആക്കി ചെയ്തിട്ടുള്ളൂ. ഒരു ഫിഞ്ചും 1 പ്രാവശ്യം ലവ് ബേർഡ്സും. ആ ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചട്ടിയല്ലായിരുന്നു എന്നുള്ളത്. എന്നെന്ന് പറഞ്ഞാൽ ഈ പൂവൊക്കെ തൂക്കിടാൻ പറ്റുന്ന സാധനം അതായിരുന്നു. അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ അടിച്ചു വരുന്നത് വരെ കാണാം. ഈവനിങ് വ്ളോഗ് ഗൈസ് കണ്ടക്ടിങ് ബൈ ബൈ. ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നത് കൂട്ടുകാരെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെയാണ് നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ഇടും. എൻ്റെ കുക്കിംഗ് വീഡിയോ ആയിരിക്കും ഇടുന്നത്. അമ്മേൻ്റെത് കണ്ടല്ലോ നിങ്ങൾ, അച്ഛമ്മ ഞങ്ങളുടെ വ്ളോഗ് കണ്ടല്ലോ. ചിലപ്പോൾ ഗൈസ് നമ്മുടെ ചാനലിൻ്റെ ലോഗോ മാറ്റും ആൻഡ് ചാനലിൻ്റെ പേര് മാറ്റും. ഇറ്റ്സ് മീ എൻ്റെ വട്ടപ്പേരിടും, ക്ലിപ്പി. ഇറ്റ്സ് മീ ക്ലിപ്പി അങ്ങനെ എന്തെങ്കിലും ആക്കും. ഞാൻ 2 വർഷം മുന്നേ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രേസസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ എനിക്ക് 7ാം ക്ലാസ്സിൽ വന്ന പേരാണ് ക്ലിപ്പി അല്ലെങ്കിൽ പൽക്കമ്പി. പക്ഷെ എന്നെ ക്ലിപ്പിനാണ് എല്ലാവരും വിളിക്കാറുള്ളത്. ഞങ്ങളുടെ 8ലുള്ള ബ്ലോക്കിലുള്ള എല്ലാവർക്കും എൻ്റെ പേര് അറിയത്തില്ലെങ്കിലും ക്ലിപ്പി ആരോ ചോദിച്ചാൽ വാങ്ങിച്ചുകൊണ്ട് കാണിക്കും. അത് വേറെ അമേസിങ് ആയിട്ടുള്ള വേറെ കാര്യം. 8ലാണെങ്കിലും ഞങ്ങൾ 7ത്തിൽ എങ്ങനെയോ ഫേമസ് ആയി പോയ പേരാണ് എൻ്റെത്, ക്ലിപ്പി അല്ലെങ്കിൽ പൽക്കമ്പി. ഇനി ഗൈസ് ഞാൻ ചുരണ്ടിയിട്ടിട്ടുള്ള വേസ്റ്റ് കാണാം. ഇതാണ് ഗൈസ് വേസ്റ്റ്. ഇനി ഇത് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യണം. സോ ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള. സോ ഗൈസ് അടിച്ച് വരാൻ പോകുകയാണ്. ഇപ്പം ഞാൻ ഒരു നേരം നിന്ന് ചൂടെടുത്ത് മാറ്റുന്നുണ്ട്, ചകിരി എടുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പെറ്റിൻ്റെ കെയർ അതിനെക്കൊണ്ട് ഫുള്ള് ഞാൻ തന്നെ ചെയ്യാറുണ്ട്. ഈ ഭാഗം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എടുത്തിട്ടേക്കും തുണി കേസ്. ഞാൻ വീടൊന്നും അടിച്ചു തരില്ല, ഞാൻ ആകെ മുകളിൽ വെക്കും. നമ്മൾ കോഴി എടുത്തിട്ടുണ്ട്. സോ ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹസ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. സോ ഗൈസ് ഞാൻ കൂട്ടിൽ നിന്നാണ് കഷ്ടപ്പെട്ടിട്ട് ഇതാക്കുന്നത്. ആരാന്ന് വെച്ചാൽ ഏത് കിളിയാന്ന് വെച്ചാൽ വന്നിട്ട് ചെയ്തോട്ടെ. കുറച്ചൊന്ന് ഡിസൈനല്ല സോറി വാഷപ്പ് ചെയ്തിട്ട് വെക്കാം. ഇനി ഗൈസ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, യെസ് സ്നോ വൈറ്റ്. ഗൈസ് എൻ്റെ സ്നോ വൈറ്റിന് പറയുന്നത് ഇങ്ങോട്ട് വാക്കിൽ സ്നോ വൈറ്റ്. ഗൈസ് എൻ്റെ സ്നോ വൈറ്റിനെ കാണിച്ചു തരാവേ. ഇതാണ് ഗൈസ് സ്നോ വൈറ്റ്. പോയി സ്നോ ഗൈസ് സ്നോ വൈറ്റിനെ കാണാൻ എൻ്റെ ഫ്രണ്ട് ഗായത്രി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്നോ വൈറ്റിനെ കാണിച്ചു തരാമോ. ഗൈസ് ആളാണ് ഫീമെയിൽ കേട്ടോ, ഭയങ്കര ഒട്ടക്കരിയാണ്, ചെട്ടക്കരിയാണ്. ഗൈസ് ദിസ് ഈസ് സ്നോ വൈറ്റ്.
നമുക്ക് നമ്മുടെ ചിക്കീനെ കിട്ടില്ല. ചിക്കി കുറച്ച് ചാട്ടക്കാരനാണ്. യെസ്, ദിസ് ഈസ് സ്നോ വൈറ്റ്. സ്നോ വൈറ്റ് സേ ഹായ്. സ്നോ വൈറ്റ് സേ ഹായ് ടു എവരിവൺ. ഗൈസ് കള്ള പഠിച്ചാനെ പറഞ്ഞിട്ട് സ്നോ 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 വൈറ്റിന് പേരിടാൻ കാരണം ആളെ കാണാനൊരു ക്യൂട്ടിയാണ്. പോയി എനിക്ക് എൻ്റെ ഫീമെയിലിന് മാത്രമേ കിട്ടത്തുള്ളൂ. സ്നോ വൈറ്റാണ് എന്നെ എടുക്കാറുണ്ട്. പടച്ചോടെ പോയി. സ്നോ സ്നോനെ ഞാൻ ഇതിൽ വെച്ചു കൂട്ടുക. സ്നോ വൈറ്റേ മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് വന്ന സ്നോ വൈറ്റേ. ദിസ് ഈസ് സ്നോ വൈറ്റ് ഗൈസ് and I am putting into the pot gently. After that she will come out very fastly. Guys, നിങ്ങൾക്ക് ചിക്കീനെ കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ ചിക്കി എന്നാണ് പേര് കേട്ടോ. ഓ മൈ ഗാഡ്. ചിക്കി 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 അവിടെ താഴത്തേക്ക് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് കിട്ടും. ഗൈസ് എനിക്കിവിടെ നിന്നിട്ട് കുറേ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ചിക്കീനെ കിട്ടാൻ പാടുണ്ടോ? ഉണ്ട് ഗൈസ്. ചിക്കി ഭയങ്കര ചാട്ടക്കാരാണ്, പറക്കാലാണ്. ആള് ക്ഷീണിക്കത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ തന്നെ എന്തോരം കഷ്ടപ്പെട്ട് വരുന്നോ. ഇങ്ങോട്ട് വാതില്ലേ ചിക്കി. സ്നോ വൈറ്റ് അവിടെ സെറ്റിലായി. ഈ ചിക്കി എന്ന് പറയുന്ന കിളീനെയാണ് എനിക്ക് കിട്ടാത്തത്. ചിക്കിനെ തൊട്ട് ഗൈസ്. ചിക്കി ചിക്കി ഐ ജസ്റ്റ് കിൽ യു. ചിക്കി ചിക്കി ഗൈസ്. ചിക്കി ഈസ് വെരി ടെററിസ്റ്റ്. ഓ ചിക്കിനെ കിട്ടി. ചിക്കി ദിസ് ഈസ് മൈ ചിക്കി ബോയ്. ഗൈസ് ചിക്കിൻ്റെ വാല കണ്ടോ? കൂട്ടി വാലാണ്. ചിക്കിനെ ഞാൻ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കും. ചിക്കിനാണ് പറന്നു പോയത് കുട്ടി. ചിക്കിനെ കാണിച്ചു തരാം. ചിക്കി ദിസ് ഈസ് മൈ ചിക്കി. ചിക്കി ഐ ജസ്റ്റ് കിൽ യു. ഞാൻ എന്തിനാ എത്ര പ്രാവശ്യം പിടിക്കണം? നിന്റെ പറത്തിൽ കാരണം എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ബൈ ചാൻസ് നീ എങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഇതാണ് ഗൈസ് ചിക്കിനെ ഞാൻ ഇങ്ങനെ പിടിക്കത്തുള്ളൂ. ഗൈസ് ഞാൻ 2-1 കൂട്ടിനുള്ളിൽ ഇട്ടിട്ടുണ്ടേ. സ്നോ വൈറ്റ് വലിയ സെറ്റിലായി കിടക്കുകയാണ്. ചിക്കനെ കിട്ടാൻ ഭയങ്കര ഫസ്റ്റ് ട്രൈ ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. ഓഫ് ചിക്കി ഗൈസ് നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല കേട്ടോ അവള്. ചിക്കി കിസ് ചിങ്. ഗൈസ് ദിസ് ഈസ് മൈ ചിക്കി. ഇതാവണം. ഒരാളട്ടപ്പോൾ ഒരാൾ പോയിട്ടോ. 2 എണ്ണം പോയി. ഗൈസ് ഇത് ഷോർട്ട് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലിയ വ്ളോഗായിപ്പോയി. സോ ഞാൻ എൻ്റെ വ്ളോഗിൽ നിർത്തുവാണ്. ടാറ്റാ ബൈ ബൈ.